പൈസ എന്ന് പറഞ്ഞ സാധനം അള്ളാഹു തല തരും. വേണമെന്ന് വിചാരിച്ചാൽ അള്ളാഹു എത്രയും തരും. പക്ഷെ എന്റെ പിന്നാലെ നടക്കരുത് എന്നേ ഉള്ളൂ. വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അധ്വാനിച്ചാൽ അള്ളാഹു തല എത്ര വേണമെങ്കിലും തരും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, ഒരിക്കലും മറ്റൊരാളുടെ അടുത്ത് കിട്ടണമെന്ന് വിചാരിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അപ്പൊ സ്വന്തം മുതലാളിയാണെങ്കിൽ പോലും മുതലാളിയുടെ അടുത്ത് കിട്ടണമെന്ന് വിചാരിക്കരുത്. പിന്നെ മുതലാളി നിങ്ങൾ തരുമെന്ന് ചോദിക്കണ്ട, അള്ളാഹു തരും. അള്ള തരൂന്നുള്ള അടിയുറച്ച വിശ്വാസം വേണം. അയാൾ തരുന്ന ശമ്പളം വാങ്ങണം, അയാളുടെ എങ്ങനെങ്കിലും ഒരു 100 രൂപ കൂടുതൽ എങ്ങനെ വാങ്ങിക്കളയാന്ന് വിചാരിക്കരുത്. അയാൾ തരുന്നില്ല, നമുക്ക് അള്ളാഹു തരും. അള്ള തരൂന്ന് വിചാരിച്ച് നല്ല മനസ്സോടെ നമ്മൾ പണിയെടുക്കാൻ തയ്യാറായാൽ അള്ളാഹു തുറക്കാത്ത കവാടങ്ങൾ ഉണ്ടാകൂല. വലിയ നിങ്ങളെ വകയിലാണോ? എന്റെ വകയിലല്ല. ഉദൂനി അസ്തജിബ് ലക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തരൂ. അള്ള പറഞ്ഞതാണ്. അള്ള പറഞ്ഞ വാക്ക് അള്ള മാറ്റൂല. അപ്പൊ വലിയ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനു വേണ്ടി അങ്ങ് പണിയെടുക്കാൻ ഒരുങ്ങിയാൽ നമുക്ക് അതിന്റെ വഴികളൊക്കെ അള്ളാഹു തുറന്നു തരും. അതിനുള്ള ധൈര്യം വേണം, അതിനു വേണ്ടിയുള്ള അധ്വാനിക്കാനുള്ള മനസ്സും വേണം. അങ്ങനെ അധ്വാനിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ഏത് വഴിയിലും സഈ ചെയ്യുന്നവർക്ക് അതിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അധ്വാനിക്കുന്നവൻ എത്തിച്ചു തരാൻ കഴിയും. അധ്വാനിക്കുന്ന സന്മനസ്സുള്ളവരായി ചെറുപ്പകാലം മുതലേ നമുക്ക് സ്വഭാവം ഉണ്ടാകണം. അങ്ങാടിയിൽ ഇരുന്നിട്ട് വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. യൗവനകാലം വെറുതെ അവിടെ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞ് കളഞ്ഞു കളയരുത്. മറിച്ച് അധ്വാനശീലരായി ചെറുപ്പകാലം മുതലേ നമ്മുടെ യൗവന സമൂഹം മാറി വരണം.